അവൻ എവിടെയായാലും രാജാവ് തന്നെ. VS എന്ന അത്ഭുത മനുഷ്യനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ തന്നെയാണ് ഈ സമൂഹം. അവൻ വളർത്തിയ മണ്ണില നീയൊക്കെ ജീവിക്കണം. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം പിണറായിയെ വിറള് പിടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും. ചത്താലും തീരില്ല അവന്റെ മഹത്വം. ഓർമ്മ വെച്ച നാളെ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട്. ആളെ സംഘടിപ്പിച്ച് മാനം രക്ഷിക്കുന്ന പിണറായി VS അച്യുതാനന്ദന് വേണ്ടി ഒഴുകിയെത്തുന്ന ജനക്കൂട്ടത്തെ സഹിക്കാനുള്ള മാനസികാവസ്ഥയുള്ളയാൾ അല്ല. മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കുമ്പോൾ എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികൾ സ്വയം തരില്ല എന്ന് വെച്ചാൽ ആ ഒരു നേതാവിനെ ഇന്നലെ AKG സെന്ററിലേക്ക് പ്രവേശനം അനുവദിച്ചില്ല. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പതിനെ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ. പിണറായി വിജയൻ പക്ഷേ VS അച്യുതാനന്ദൻ്റെ മൃതദേഹത്തിലൊന്നും നോക്കുക പോലും ചെയ്യാതെ അങ്ങ് പോകുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ഒരു അഭിവാദ്യം അർപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതാണോ സംസ്കാരം? ഇനി ആർക്ക് വേണം വലിങ്ങേറി വന്നേക്കുന്ന? നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോകും. LDFന്റെ നേതൃത്വത്തിലുള്ള മൗനജാതിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്. ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ നിന്റെയൊക്കെ നാമം പുഴുത്തുപോക്കെയുള്ളടാ. VS അച്യുതാനന്ദൻ എന്ന പേര് പറയേണ്ടതിന് പകരം അവർ പറഞ്ഞ വാക്ക് പിണറായി വിജയന്റെ പേരാണ് അവർ പറഞ്ഞത്. നിന്നെയൊക്കെ തീറ്റിപ്പോച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.